സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വന്നല്ലോ വനമാല. ഞാനേ ചായ ആയോന്ന് നോക്കാൻ വേണ്ടി. കിടക്കയിൽ ചായ കിട്ടാണ്ട് എണീക്കാത്ത ആൾക്ക് ഇന്ന് എന്തു പറ്റി? ശീലമൊക്കെ മാറിയോ? ഏയ് അങ്ങനെയല്ല, ഞാനേ കൊറേ നേരം നോക്കിയല്ലോ ചായ കൊണ്ടുവരുന്നുണ്ടോന്ന്. ആരെയും കണ്ടില്ല. അതൊന്നും അല്ല അമ്മൂമ്മ കാര്യം. ഈ വരവിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. ദുരുദ്ദേശോ? എന്ത് ദുരുദ്ദേശം? ഈയിടെയായിട്ട് ചിലർ ഇങ്ങനെയാ, കാറ്റ് പിടിച്ച പോലെ അടുക്കള ഭാഗത്ത് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കും. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വെറുതെ പറഞ്ഞതാണോ? ഇന്നലെ രാത്രി അമ്മൂമ്മ നേരിട്ട് കണ്ടതല്ലേ. അമ്മേ ഇവിടെ പോടാ. ഡാ, അടുക്കളയിൽ നിന്ന് പോവാൻ. ചായയൊക്കെ അവിടെ കൊണ്ടു തന്നോളാം. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ കാന്താരി? നീ വാ കേട്ടോ അങ്ങോട്ട്. പാവം അങ്കിള് ചേച്ചി ഒന്ന് കാണാൻ വേണ്ടി ഉറക്കമില്ലാതെ നടക്കുക. ഹലോ, ചായ. നീയായിരുന്നോ? ചായ. അവളുടെ ഒരു ചായ അവിടെ എങ്ങനെ വെച്ചിട്ട് പൊടി. ഓഹോ, അപ്പൊ ചായ വേണ്ടായിരുന്നോ? പിന്നെ എന്തിനാ അടുക്കള കിടന്ന് ചുറ്റിത്തിരിഞ്ഞ്? സാരമില്ല, ഞാൻ കുടിച്ചോളാം. അതെ, കെട്ടാൻ പോകുന്ന പെണ്ണിനോട് ഇത്രയൊന്നും ഉത്തരവാദിത്തം കാണിച്ചാ പോരാ. നീ ഒരു വലിയ ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ കൊച്ച്. ഇപ്പൊ ഞാൻ ശല്യാണെന്നൊക്കെ തോന്നും, പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ ചക്കര മോളാന്ന് പറയും. ചക്കര മോളല്ല, നീ നല്ല ഒന്നാം തരം പാരയാ. അതെ, ഇവിടെ അടുത്തൊരു ശിവന്റെ അമ്പലമുണ്ട്. പറച്ചിലങ്ങനെയൊക്കെ ആണെങ്കിലും ശിവപാർവതി ക്ഷേത്രോ. അവിടെ ചെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും. ഓ, ദൈവങ്ങളോടുള്ള വിശ്വാസമൊക്കെ എനിക്ക് പോയി. ഇതങ്ങനെയല്ല, നടക്കൂന്നേ. എന്താന്നറിയാവോ? സുന്ദരി ചേച്ചി ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയേക്കുന്നേ. വേഗം ചെന്ന ആളെ കാണാം. ചെല്ല്. ഇല്ല മച്ചാനെ, ഞാൻ കാർത്തിക്കിന്റെ കൂടെയാ. അതേന്ന് ഇവിടുന്ന് അവൻ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടടാ. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. ഇന്നലെ ഞാൻ വെറുതെ കാർത്തികിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, പറ്റിയാൽ ഇറങ്ങാൻ നോക്കാം. ഇട എപ്പ എത്തുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇറങ്ങാം. എവിടെ പോകുന്ന കാര്യം നീ പറയുന്നേ? നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞതാ, നേരം വിളിക്കുമ്പോ ഞാൻ സ്ഥലം കാലിയാക്കുമെന്ന്. ഞാൻ പോവാണ്. നീ എങ്ങും പോകുന്നില്ല. അയ്യേ, ഈ നാണക്കേട് സഹിച്ച് ഇവിടെ നിൽക്കാൻ എനിക്ക് വയ്യ. എടാ, ഒരു നാണക്കേടും ഇല്ല. മാലിനി അമ്മയൊക്കെ ഞാൻ കണ്ടു. അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. എന്നാലും ഞാൻ പോവാ. അത് ഞാൻ തീരുമാനിക്കും. പക്ഷെ ഇവിടത്തെ പ്രശ്നം അതല്ല. എടാ, സുന്ദരി അമ്പലത്തിൽ പോയിരിക്കുക. നീ എന്തോന്നറിയ ഈ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നത്? വട്ടായോ നിനക്ക്? എടാ, സുന്ദരി തനിച്ച അമ്പലത്തിൽ പോയിരിക്കുന്നത്. സുന്ദരി തനിച്ച് പോയതിൽ നിനക്ക് അത്ര വിഷമുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി എടുത്ത് കൂടെ ചെല്ല്. ഇവനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എടാ മച്ചനെ, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? സുന്ദരി അമ്പലത്തിൽ പോയിട്ടുണ്ടെന്ന്. നീ ആ ചായ തന്നെ. എടാ, ഇത് ഞാൻ കുടിച്ചതാ. അതൊന്നും സാരില്ല. നീ വേഗം പോയി കുളിച്ച് റെഡിയായി വാ, നമുക്ക് അമ്പലത്തിൽ പോവാം. എടാ, അത് പറയാനല്ലേ ഞാൻ വന്നത്. പറഞ്ഞ സമയം കളയണ്ട, വേഗം പോയി കുളിച്ച് റെഡിയാവും. അല്ലെങ്കിൽ കുളിക്കണ്ട, ഡ്രസ് ഒന്ന് മാറ്റിട്ട് വാ. ദൈവത്തെ കാണാനൊന്നും അല്ലല്ലോ, സുന്ദരിയെ കാണാനല്ലേ. ഒരു 10 മിനിറ്റിൽ ഞാൻ റെഡിയായിട്ട് വരാം. അങ്ങനെ കാർത്തിക സുന്ദരി വിവാഹത്തിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാവും.
എന്താ ഏട്ടായി? പറയാം. അതെ, നീ പറഞ്ഞ സ്ഥലത്ത് അവളെ എത്തിക്കണം. ഏട്ടായി ഇതെവിടെ പോവാ? എടാ, എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അവളെ അവിടെ എത്തിച്ചുടനെ നീ എന്നെ വിളിക്കണം. ശരി. വിട്ടോ, വേമ്പോ വേമ്പോ. ഓ ലേറ്റായി. എടാ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വരുവോ? വാ. ഓ എടാ ഒന്ന് അടങ്ങ് നീ. നിനക്ക് സുന്ദരിയെ കണ്ടാ പോരെ? എടാ നമ്മൾ പോകുന്നത് ഇവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അപ്പം മനസ്സിലാവും നമ്മൾ സുന്ദരിയെ കാണാനാ പോകുന്നതെന്ന്. എന്റെ പൊന്നെ, ഒരു വിധത്തിലല്ല നിന്നെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്. നടക്ക്. അമ്മ പൈസ കൊടുക്ക. ശരി. മോൻ എങ്ങോട്ടെങ്കിലും പോവാൻ തുടങ്ങുകയാണോ? അത് ഞങ്ങള് ഒരുപാട് ഫ്രണ്ട്സിനെ കല്യാണം വിളിക്കാനുണ്ട്. നേരിട്ട് വിളിച്ചില്ലെങ്കിൽ അതൊരു പിണക്കമാവും. അതുകൊണ്ടാ അല്ലേ മച്ചാ? ആ പിന്നെ അതെ അതെ. എങ്കിൽ നിങ്ങൾ പോയിട്ട് വാ. ആ ശരി. എടാ വാ, പോയിട്ട് വരാം. ശരി. നമ്മുടെ സുന്ദരി മോള് ഭാഗ്യമുള്ളവളാ അല്ലേടി? അധികം വർത്തമാനം പറച്ചിലൊന്നുമില്ല. അതാ നല്ലത്. സ്നേഹം കാണിക്കുന്നല്ലോ കാര്യം. വാ മോളെ. അതെ, നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നേ? എന്നെ അഴിച്ചുവിട്. എനിക്ക് വീട്ടിൽ പോണം. പറഞ്ഞില്ലേ? എന്റെ അനിയനല്ലേ അവൻ. അവൻ പറഞ്ഞതാ. എടാ, സുന്ദരിയുടെ മുന്നിലൊന്നും നീ നിന്നു കൊടുത്തിട്ടില്ലല്ലോ. എന്നെ അത്രയ്ക്കങ്ങ് പൊട്ടനാക്കല്ലേ ഏട്ടായി. അവളുടെ കൺവെട്ടത്ത് ഞാൻ പോകത്തില്ല. ആ പിന്നെ, കല്യാണം കഴിയുന്നത് വരെ കാത്തു സൂക്ഷിക്കേണ്ട സാധനമാ. ചത്തു പോകരുത്. സമയത്തിന് ആഹാരം വെള്ളമൊക്കെ കൊടുത്തേക്കണം. അതൊക്കെ ഞാനേറ്റു. പൈസ തന്നാ മാത്രം മതി. സുന്ദരിയുടെ കല്യാണം മുടക്കാൻ കടം വാങ്ങിയെങ്കിലും ഞാൻ ചെലവാക്കിയിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കെ. അത് മതി. ശനിയാഴ്ചയാണ് അവളുടെ കല്യാണം. അത് കഴിഞ്ഞു വേണം എനിക്കൊന്ന് ആഘോഷിക്കാൻ. ചായ. എന്നാലും കൃഷ്ണേട്ടനെ വിളിച്ച് വരാൻ വണ്ടി വേണം നിനക്കൊന്ന് പറയായിരുന്നു. എന്റെ ശ്രീദേവി, പറയാതെ വന്നതിലുള്ള വഴക്ക് എന്തായാലും കൃഷ്ണേട്ടന്റെ അടുത്തുനിന്ന് എനിക്ക് കിട്ടും. നീ എങ്കിലും ഒന്ന് കുറ്റപ്പെടുത്താതിരിക്കും. ഞാൻ പറഞ്ഞതാ ശ്രീദേവി, ഇവളാ സമ്മതിക്കാത്തത്. എന്തായാലും ആളിങ്ങെത്തിയില്ലേ, അതുപോരെ. അമ്മേ, ആ മാലിനി ഇതുവരെ സുന്ദരിയെ വിളിക്കാൻ പോയില്ലേ? ഓ, അവൾ ഒരുങ്ങി ഇറങ്ങുമ്പോഴേക്കും സുന്ദരി ഇങ്ങ് എത്തുമെന്നാ എനിക്ക് തോന്നുന്നേ. ഉവ്വ ഉവ്വ. സുന്ദരി മരുമോളെ കിട്ടിയ ശേഷം അമ്മൂമ്മയ്ക്ക് എന്നെ കുറ്റം പറച്ചിൽ ഇത്തിരി കൂടുതലാ. നീ അമ്മയുടെ അടി കൂടാൻ നിൽക്കാതെ പോയി സുന്ദരിയെ വിളിച്ചോണ്ട് വന്നേ. ഓ പോകാമേ. മല്ലികാമേ, ഞാനിപ്പോ വരാവേ. അച്ഛമ്മേ. ശരി. മല്ലികയ്ക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ കുറച്ചേരം കിടന്നോ. അയ്യോ വേണ്ട, സുന്ദരി വന്നാ അപ്പൊ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും. എല്ലാം ഒന്ന് ഒപ്പിച്ചെടുക്കാൻ ഇനി നിർത്താതെ ഓടിയേ പറ്റത്തുള്ളൂ. ഇതോടെ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്ന് കരുതിയാ മതി.
എല്ലാം മംഗളമായിട്ട് തന്നെ നടക്കും. കാണുന്നില്ലല്ലോടാ വിനീത്. എന്നോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്. ഈ അമ്പലത്തിനകത്ത് ഞാൻ കയറി നോക്കിയതാ. കഴകക്കാരനല്ലാതെ വേറെ ഒരു മനുഷ്യൻ അതിനകത്തില്ല. ഇനി ഈ അമ്പലം തന്നെ ആയിരിക്കും. ശിവക്ഷേത്രം എന്നല്ലേ നീ പറഞ്ഞത്? ശിവപാർവതി ക്ഷേത്രം, അത് ഇത് തന്നെ. നീ എന്താ ആലോചിക്കുന്നേ? ഇനിയും തിരിച്ചു പോയി കാണൂ. കാണൂന്നല്ല, പോയി വാ, പോവാ. നല്ല വിശപ്പുണ്ട്. എടാ, വീട്ടിൽ ചെന്നാലും പ്രശ്നമാ. അവിടെ സുന്ദരിയുടെ അമ്മയും അച്ഛമ്മയൊക്കെ ഇല്ലേ? അതുമാത്രമല്ലല്ലോ പ്രശ്നം. അവര് മിക്കവാറും സുന്ദരിയെ വിളിച്ചോണ്ട് ഇന്ന് തന്നെ അങ്ങ് പോകും. പിന്നെ സുന്ദരിയെ കാണുന്നത് കതിർമണ്ഡപത്തിൽ വെച്ചായിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ദേ വിളിക്കുന്നു, വൈകിയായിരിക്കും. വൈക. ഞാനിപ്പോ അങ്ങോട്ട് വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്നില്ല. എന്തോ ദേഷ്യമുണ്ട്. പിന്നെ എന്തിനാ നീ കടിച്ചു തൂങ്ങുന്നത്? എടുക്കെടുക്ക്. മച്ചാനെ, ഇത് അവളാ. ആര്? എടാ ഗൗരി. ദേ അടുത്തത്. എനിക്ക് വയ്യ. എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്ന? എടുക്ക്. ഹലോ. ഹലോ. ഹലോ, ഞാൻ ഗൗരിയാണ്. മനസ്സിലായി. ഓ, അപ്പൊ എന്നെ ഇഷ്ടമല്ലെങ്കിലും എന്റെ നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഒരു വൺ വേ പ്രണയത്തില് തോറ്റുപോയവളല്ല ഞാൻ. ജയിച്ചവന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരാൻ പോകുന്നു അറിഞ്ഞപ്പോ വിളിച്ചതാ. കാർത്തി അവളുടെ കഴുത്തിൽ മിന്നു കെട്ടുന്നതിന് മുന്നേ എനിക്ക് അവളെ ഒന്ന് കാണണം. ആ ലൊക്കേഷൻ ഒന്ന് അയക്കാമോ? ഞാൻ അങ്ങോട്ട് വരാം. ഏയ് വേണ്ട വേണ്ട വേണ്ട. എന്നോടുള്ള ഇഷ്ടം പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ഗൗരിയോട് പറഞ്ഞൊഴിഞ്ഞിട്ടുള്ളതാ. എന്നിട്ടും എന്തിനാ ഇങ്ങനെ? ലൊക്കേഷൻ അയക്കുന്നോ അതോ ഞാൻ തേടി പിടിച്ച് അങ്ങോട്ട് വരണോ? പറയ് കാർത്തി. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് വരാം. സത്യമാണോ? നമുക്ക് നേരിൽ കാണാം. എടാ, അവള് വർത്തമാനം വേണ്ട, മനസ്സിലായി. വാ, വണ്ടി എടുക്ക്, പോവാം. മാലിനി എങ്ങോട്ടാണാവോ രാവിലെ? ഞാൻ എങ്ങോട്ടോ പോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത് കൊള്ളാം. എനിക്കെന്താ പ്രശ്നമെന്നോ? കെട്ടാൻ പോകുന്ന പെണ്ണ് എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനുള്ള ഉത്തരവാദിത്വം അവകാശമൊക്കെ എനിക്കുണ്ട്. നാണല്ലേ ഇങ്ങനെ പറയാൻ? കെട്ടാൻ പോകുന്ന പെണ്ണ് പോലും ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഓ, മനസ്സിലായി മനസ്സിലായി. സുന്ദരിയുടെ വീട്ടിൽ കയറിയ കഥയായിരിക്കും. സത്യം പറയാലോ, രക്ഷിച്ചതാ ഞാൻ സുന്ദരിയെ. പിന്നെ കല്യാണം ഉറപ്പിച്ചൊരു പെണ്ണിന്റെ മുറിയില് രാത്രി ആളെ കേറ്റിട്ട് ആളെ കുട്ടി നാണം കെടുത്തിയല്ലേ
സഹായിക്കുന്നത്. ഇപ്പൊ പറഞ്ഞതില് ഈ പറഞ്ഞതില് പാതി ശരിയാണ്, പാതി തെറ്റാണ്. ഒരുത്തനെ ഞാൻ മുറി കയറ്റി വിട്ടതല്ല, കേറിയതാ. ആൾക്കാരെ കൂട്ടിയതല്ല, ആൾക്കാര് കൂടിയതാ. പിന്നെ ഞാൻ പറഞ്ഞ സഹായം ആ സമയത്ത് ഞാനും മങ്കിയും ചേർന്ന് നടത്തിയ പ്ലാനിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിലേ ആ നിമിഷം മുടങ്ങിയനെ നിന്റെ സുന്ദരി ചേച്ചിയുടെ കല്യാണം. നാണോ ഇല്ല ഇങ്ങനെ നട്ടാക്കുരുക്കാത്ത നുണ പറയാ. സുന്ദരിയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അച്ഛൻ വെച്ചിട്ടുണ്ട്, തന്നോളും. ആരെ? നിന്നെയാണോ? പെട്ടെന്നൊരു കല്യാണത്തിന് ഞാൻ അങ്ങോട്ട് സാരമില്ല, ഞാൻ ഓടി നടന്ന് കാര്യങ്ങൾ സെറ്റാക്കി വെക്കണം. അയ്യടാ, തല്ലി കയ്യും കാലും ഒടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അത് സാരമില്ല, എന്തായാലും സുന്ദരിയുടെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ എന്റെ കൈയും കാലും തല്ലി ഓടിക്കൂ. അപ്പൊ ഈ ജന്മം എന്റെ കൈക്കും കാലിനും ഒന്നും സംഭവിക്കില്ല. മനസ്സിലായില്ല അല്ലേ? സുന്ദരിയുടെ കല്യാണം നടക്കത്തില്ലാന്ന്. ഒരു പാവ പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ നടക്കുന്ന നിങ്ങൾ ഒരാണാണോ? സുന്ദരി എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ അവളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ നടക്കുന്നേ? ഇതിലും വലിയൊരു ദ്രോഹം അവൾക്ക് എന്നോട് ചെയ്യാൻ പറ്റുമോ? നിനക്ക് എന്നോട് തോന്നിയ ഒരു ചെറിയ ഇഷ്ടം പോലും ഇല്ലാതാക്കിയത് സുന്ദരിയല്ലേ? അവള് കാരണമല്ലേ മാലിനി എന്നെ വേണ്ടാന്ന് വെച്ചത്? അവളുടെ കല്യാണം ഞാൻ മുടക്കും. ഈ കല്യാണം നടക്കത്തില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചു കഴിഞ്ഞു മോളെ. ശരി, സുന്ദരിയുടെ കല്യാണം മുടക്കി തന്നെ വെച്ചോ. നിങ്ങൾക്ക് എന്നെ കെട്ടാൻ പറ്റോ? ഇനിയിപ്പൊ ഞാൻ നിങ്ങളെ സ്നേഹിച്ചാ പോലും അച്ഛൻ ഇത് നടത്തി തരുമോ? ഇല്ല. അതെന്തുകൊണ്ടാണെന്നറിയാവോ? മൈക്ക് സെറ്റ് അജുവിനെ പോലും ഒരു വൃത്തികെട്ടവനില്ലാന്ന് നാട്ടില് പാട്ടായതുകൊണ്ട്. ആദ്യം സ്വയം നന്നാവണം, നാട്ടുകാരെ കൊണ്ട് നല്ലവനെന്ന് പറയിപ്പിക്കണം, മനുഷ്യത്വം ഉള്ളവനാണെന്ന് കേൾപ്പിക്കണം, എന്നിട്ട് വേണം പ്രേമിക്കാൻ ഇറങ്ങാൻ. നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ കല്യാണം മുടക്കിയാലും അച്ഛൻ സുന്ദരിയുടെ കല്യാണം നടത്തിയിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം, അതിന് ഞാൻ തിരിച്ചും ഇഷ്ടപ്പെട്ട മാത്രം പോരാ, മൈക്ക് സെറ്റ് അജു നല്ലവനാണെന്ന് എന്റെ അച്ഛനും കൂടെ തോന്നണം. ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്, മാനിനാന്ന് പറയിപ്പിക്കാൻ നോക്ക്, എന്നിട്ട് പ്രേമിക്കും. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതുപോലെ കല്യാണം മുടക്കിയും തല്ലുകൊണ്ട് നടക്കേണ്ടി വരും. ചേട്ടായി എന്തു പറ്റി? സുന്ദരി സുഖമായിരിക്കുന്നോടാ മങ്കി? പിന്നെ പരമസുഖമല്ലേ, കെട്ടിയിട്ടേക്കുന്നോണ്ട് അനങ്ങാൻ പോലും പറ്റുന്നില്ല. തൽക്കാലം കെട്ടഴിക്കണ്ട, പക്ഷേ അവൾക്കൊരു പോറല് പോലും ഏൽക്കാതെ നോക്കിക്കോണം. എന്തു പറ്റി ചേട്ടായി? ഒരു സ്നേഹം? സ്നേഹമൊന്നല്ല മോനെ, ഞാനേ കളിയൊന്ന് മാറ്റിപ്പിടിക്കുക. എന്തു മാറ്റം? എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതല്ലല്ലോ ബുദ്ധി. കളി ഞാൻ കാണിച്ചു തരാം. ചേട്ടായി എവിടെയാ? എടാ നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ അങ്ങ് പോവൂ ചേട്ടായി. കല്യാണം മുടങ്ങിയെന്ന് ചേട്ടായി വിളിച്ചു പറയും വരെ ഞാൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവും. ശരിയെന്നാ. അതെ ചേട്ടായി, ഞാൻ ഒരു കാര്യം പറയാം. ആഹാരത്തിനുള്ള കാശ് ഇട്ട് തരണം. യുവമാരൊക്കെ എന്നാ തീറ്റിയാ. ഇനിയും താമസിച്ചവന്മാരെ എന്നെ പിടിച്ചു തിന്നും. ആ
പോകാനുള്ള സ്ഥലമില്ല അച്ഛാ. അതല്ലേ ഞാൻ ഇത്രയും വൈകിയത്. അത് അവളിനെ വീട്ടിലേക്ക് എങ്ങാനും പോയി കാണും. ഏയ്, വീടിന്റെ ചാവി പോലും ഇല്ലാതെ അവിടെ പോയിട്ട് എന്തിനാ? ഇത് അതൊന്നും ആയിരിക്കില്ല കാരണം. ഇനി വല്ല കൂട്ടുകാരിയുടെ വീട്ടിലെങ്ങാനും പോയി കാണൂ. ഏയ് അങ്ങനെ സുന്ദരി പറയാതൊന്നും പോവില്ല, അതെനിക്ക് ഉറപ്പാ. ഇനി ആ വറീദിന്റെ വീട്ടിലെങ്ങാനും പോയി കാണുമോ? അവള് പോകുന്ന ആകെയുള്ളൊരു സ്ഥലം അതാ. പറഞ്ഞു കേട്ടിടത്തോളം ഒരമണിക്കൂർ കൊണ്ട് പോയിട്ട് വരാവുന്ന സ്ഥലത്താണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ സമയത്രയായി. അത് ആങ്ങളെ, എന്റെ മോൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ഒന്ന് അന്വേഷിക്ക. അന്വേഷിക്കാം. എന്താ വേണ്ടെന്ന് ഞാൻ ആലോചിക്കട്ടെ. നമുക്ക് പോലീസിലൊന്ന് അറിയിച്ചാലോ? എടുത്തു ചാടി പോലീസിലൊന്നും അറിയിക്കണ്ട. പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങള് ഒന്നുകൂടെ ഓർത്തു നോക്ക്. അയ്യോ, എന്റെ മോള്. ആരാണെന്ന് അറിയില്ലല്ലോ. ചിലപ്പോ സുന്ദരിയായിരിക്കും. എടുക്ക്. ഹലോ. ആ മുതലാളി, ഇത് ഞാനാ അജു. മൈക്ക് സെറ്റ് അജു. എടാ നീ മൈക്ക് സെറ്റ് അജു എന്ന് കേട്ട ഉടനെ ചാടി കടിക്കാൻ നിക്കണ്ട. ഒരു നല്ല കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. മുതലാളി, ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. നീ നന്നാവോ നശിക്കോ എന്താന്ന് വെച്ചാ ചെയ്. വെക്കടാ ഫോൺ. വെക്കല്ലേ വെക്കല്ലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സുന്ദരി ഇപ്പൊ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. സുന്ദരിയെ കുറിച്ച് ഗുണ്ടകൾ ചേർന്ന് പിടിച്ച് കാറി കെട്ടിക്കൊണ്ടുവന്ന് ഞാൻ കണ്ടു. സുന്ദരി ഇപ്പൊ എവിടെയുണ്ട്? സ്ഥലമൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. മുതലാളി വാ, ഞാനും വരാൻ കൂടെ. നമുക്ക് സുന്ദരിയെ രക്ഷിക്കണം മുതലാളി. നീ എവിടെയാ ഉള്ളത്? പോ. മുതലാളിയുടെ വീടിന്റെ തൊട്ടടുത്തുണ്ട്, കവലയിലേക്ക് പോകുന്ന വഴിക്ക്. ഞാൻ വരാം, നീ അവിടെ തന്നെ നിൽക്കുക. സുന്ദരി എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയുണ്ട്? വാ, നമുക്ക് പോവാം. ആരും വരണ്ട, ഞാൻ പോയി സുന്ദരിയെ കൂട്ടിക്കൊണ്ടുവരും. കൃഷ്ണ, ഞാനും കൂടെ വരാം. വേണ്ടെന്നേ, അതിനുവേണ്ടി ഒന്നുമില്ല ഇവിടെ. ഞാൻ പോയിട്ട് വരാം. എന്റെ കുഞ്ഞിനിത് എന്താ പറ്റിയ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്റെ ദേവി. എന്റെ അച്ചായ, ഏത് പെരുന്നാളെന്ന് പറഞ്ഞാലും തൽക്കാലം നമ്മൾ വർക്ക് എടുക്കുന്നില്ലെന്നേ. ഭയങ്കര തിരക്കാഴ്ച ചേട്ടായി. സമയമില്ലെന്നേ. നിങ്ങൾ വേറെ ഏതെങ്കിലും സൗണ്ടുകാരെ നോക്ക. വാ മുതലാളി. ആരായി ചെയ്തതെന്ന് നിനക്കറിയോ? അത് പിന്നെ മങ്കി ജോണി ആയിരിക്കും. അവനെ ആളെ ഏർപ്പാടാക്കിയത്. കർത്താവെ, അയച്ചേട്ടായി മുതലാളി പിടിച്ച്. തന്നോടല്ലോ പറഞ്ഞത്. പീട്ടറെ, മുതലാളി വരുന്നു, ഓടിക്കോ. ഞാൻ ഓടി, നിങ്ങൾ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോ. എന്റെ പൊന്നോ ദൈവമേ. പുറത്തുനിന്ന് പ്രശ്നമുണ്ട്, ഓടിക്കോ. മുതലാളി കാണ്. കൃഷ്ണമാമ, മോളെ ഒന്നുമില്ല മോളെ. അവൻ നിന്നെ ഇത് ചെയ്ത്. ആ മങ്കി ജോണിക്ക് ബുദ്ധി ഇല്ലല്ലോ മുതലാളി. എന്തായാലും വല്ലാത്തൊരു ചെയ്തായി പോയി കേട്ടോ. ആരാ മോളെ ചെയ്തേ? മങ്കി ജോണിയാ? മങ്കി ജോണി ഇത് ചെയ്യും. മങ്കി ജോണി ഇവിടുന്ന് ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടു. ഇയാളെ ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. അതെ മുതലാളി, അത് ഈ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളെ മല്ലികാമേ, കൃഷ്ണേട്ടനെ ഒന്ന് വിളിക്കാവോ? എന്റെ മോള് വിവരമൊന്നും അറിയാഞ്ഞിട്ട്
എനിക്ക് പേടിയാവുക. ഞാനിതാ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ, അവൻ ഫോൺ എടുക്കുന്നില്ല. ഇങ്ങോട്ട് വന്നോണ്ടിരിക്കായിരിക്കും, അതാ ഫോൺ എടുക്കാത്തത്. ദേവി, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, അജുവാണ് നിന്റെ പിന്നിൽ നിന്ന് ആരോടും പറയണ്ട. എല്ലാരും ഉള്ളതാ ഇവിടെ. ഇറങ്ങ. അച്ഛൻ വന്നെന്ന് തോന്നുന്നു. എന്താ മോളെ നിനക്ക് പറ്റിയേ? നീ ഇതെവിടെ പോയിരിക്കായിരുന്നു? എനിക്കൊന്നുമില്ല അമ്മ. എന്റെ മോളെ, നീ ഇതെവിടെ പോയിരിക്കുവായിരുന്നു? എന്താ കൃഷ്ണ ഉണ്ടായത്? അത് ഒരുത്തൻ എന്നോടുള്ള പക തീർത്തത്. ശ്രീദേവിക്ക് അറിയാലോ ആ ശിവരാജനെ, നമ്മുടെ പഴയ MLA. അവന്റെ ഒരു നാടകം തട്ടിക്കൊണ്ടുപോകൻ. അയാൾ എന്തിനാ ഇവിടെ തട്ടിക്കൊണ്ടു പോന്നേ? അതെ, ആള് മാറിപ്പോയതാ. ലക്ഷ്യം ഇവളായിരുന്നു. ഏർപ്പെടുത്തിയ ഗുണ്ടകൾക്ക് ആള് മാറിപ്പോയതാ. അവന്മാർ ഉപദ്രവിക്കുകയോ വല്ലതും ചെയ്തോ മോളെ? ഏയ്, ഇത് ഒരു വിലപേശലല്ലേ. തെരഞ്ഞെടുപ്പിൽ എന്റെ ആൾക്കാർ അവന്റെ കൂടെ നിൽക്കണം, അത്രേ ഉള്ളൂ. വോട്ടിന് വേണ്ടിയുള്ളൊരു കളി. വോട്ടിന് വേണ്ടി ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഞാൻ അവിടെ ചെല്ലണമായിരുന്നു, അത്രേ ഉള്ളൂ. അത് വിടുന്നേ. ഇനി ഈ കാര്യം ചർച്ചയ്ക്ക് വെക്കണ്ട. മല്ലികേ, മോളെ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. വേണം. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല. മല്ലിക ഒരു കാര്യത്തിനും ടെൻഷൻ ആവണ്ട. ദേ, ഇപ്പം മുതൽ, ഇവിടെ മുതൽ വിവാഹാഘോഷങ്ങൾക്ക് തുടക്കം. ഹേയ്, എല്ലാരും എന്തെങ്കിലും മുഖം വീർപ്പിച്ചോണ്ടിരിക്കുന്നേ? ഒന്ന് ചിരിക്കുന്നേ. ചിരിക്കണേ അങ്ങോട്ട്, ചിരിക്കാൻ. മൈലാഞ്ചി മൈലാഞ്ചി മാമേമോ മൈലാഞ്ചി കയ്യോടും കാലോടും പൂസേണ്ടി അനാഞ്ചി കണ്ണാടി പോലെ കാതൽ ഉന്നെ കാട്ട ലോകം പാത്തു നിൽക്കറേ. കണ്ണാല നീയും നൂല വിട്ട് പാക്ക കാത്താടിயாக நானும் சுத்துறேன். சதா சதா சந்தோஷமாகிறேன். மனோகராவும் வாசத்தால் உன்னால நானும் நூறாகிறேன். தாயின் உடல் சூட்ட மறவாத குழந்தை போல
உசுரே ஊறுகின்றதே. கணக்கில்லாம வந்துவிடும் காதல் குழப்பம் சேதி அல்லவோ. மயிலாஞ்சி மயிலாஞ்சி மாமே மயிலாஞ்சி கையோடும் காலோடும் பூசேண்டி எனாஞ்சி. பல்லாக்கு போல நீயும் என்ன தூக்கி தேசாதி தேச போக எண்ணுற. வெள்ளாட்டு மேல பட்டு பூச்சி போல ஆளான ஒன்னாள துள்ளுறேன். சதா சதா சந்தோஷமாகுறேன். மனோகரி உன் வாசத்தாலும் நால நானும் நூறாகிறேன். ഒന്ന് വേഗമാകട്ടെ മക്കളെ. മോള് രാവിലെ ഒന്നും കഴിച്ചിട്ട് പോലുമില്ല. ഇപ്പൊ കഴിയും, എന്നിട്ട് കഴിക്കാം. ആ അതെ, ഞാൻ പോയി മല്ലിക ഒരു കാര്യം ഓർമ്മിപ്പിച്ചിട്ട് വരട്ടെ, അല്ലെങ്കിൽ അവള് മറന്നു പോകും. അച്ഛമ്മ ഇപ്പൊ വരാട്ടോ. എടാ, നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? എടാ സാധനം ഒപ്പിക്കണ്ടേ? ഇപ്പൊ സമയം എന്തായെന്നറിയോ? സമയം ഇപ്പോ എടാ, താലി കെട്ടിന് ഇനി അധിക സമയമില്ല. എടാ എടാ അതിനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. ദേ, ഇതെന്താണെന്നറിയോ? എന്താ ഇത്? ക്ലോറോഫോം. ദേ, ഇതെന്റെ കർച്ചീഫ്. ദേ, ഈ കുപ്പി തുറന്ന് ഇതിലേക്ക് ക്ലോറോഫോം പുരട്ടുന്നു. സുന്ദരിയുടെ മുഖത്ത് ഇതുകൊണ്ട് പൊത്തിപ്പിടിക്കുന്നു. ക്ലോറോഫോം മണക്കുന്ന സുന്ദരിയുടെ ബോധം പോവും. പിന്നെ ബഹളമായി ആംബുലൻസ് വിളിക്കുന്നു, ആശുപത്രി. ഒടുവില സന്തോഷ വാർത്ത എത്തുന്നു. നിന്റെയും സുന്ദരിയുടെയും കല്യാണം മുടങ്ങിയെന്ന്. എടാ, ഇതൊക്കെ നടക്കുന്ന കാര്യമല്ലോ ആണോ? നടക്കും. ചിലപ്പോ ഇതിന്റെ വീര്യം അല്പം കൂടിപ്പോയാ സുന്ദരി തട്ടിപ്പോയെന്നിരിക്കും. മച്ചാന് സഹതാപം തോന്നാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഞാനിത് കൈകാര്യം ചെയ്തിട്ട് വരാം. അങ്ങനൊന്നും പറയല്ലേ ലക്ഷ്മി. എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. തിരുവനന്തപുരം വരെയൊക്കെ എങ്ങനെ പോയി വിളിക്കാനാ? ഫോൺ ചെയ്ത് പറഞ്ഞു. ആ ദേ അവര് വന്നു. നിങ്ങൾ അവിടെ പോയിരിക്കുക. ആ പൂവും ബൊക്കെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം റെഡിയാണല്ലോ. അന്ന് മണ്ഡപത്തിലേക്ക് വെച്ചേക്കൂ. ആ മുഹൂർത്ത സമയത്ത് രണ്ടുപേരും കൃത്യമായിട്ട് തന്നെ എത്തിയല്ലോ. എനിക്ക് സമാധാനായി. അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാതെ ഇറങ്ങാൻ പറ്റുമോ? ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ട്? എല്ലാം പഴയതുപോലെ തന്നെയാ. അച്ഛന് വലിയ മാറ്റമൊന്നുമില്ല. ശരിയെന്നാ ശരി. മല്ലികേ, ആ ദേ നിങ്ങൾ അങ്ങോട്ട് ഇരിക്കട്ടോ. നീ ആ കലവറയിലോട്ട് നീ തന്നെ. ആ ബാലചന്ദ്രൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ പൊന്നമ്മേ, എല്ലാ കാര്യത്തിനും ഞാൻ ഒറ്റയ്ക്ക് തന്നെ കിടന്ന് ഓടണോ? മല്ലിക, ആ ദേ പഞ്ചായത്ത് മെമ്പർ കൃഷ്ണൻ വരുന്നുണ്ട്. ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ. എടി മോളെ, നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ അവനോട് സംസാരിച്ചോളാം. നീ ചെല്ല്. എന്തൊരു കഷ്ടമ്മേ. എന്നാ പോ. നമസ്കാരം.
അങ്ങോട്ടിരിക്കെ ചെല്ല്. ആ ചെല്ലു കേട്ടോ. ശരി. ആ ശരി. അതേതാണ്ട് ഒരു അരമണിക്കൂറിന്റെ പ്രശ്നമുണ്ട്. ഓക്കെ. ആ നമസ്കാരം. ഇവനെന്താ ഇവിടെ? തനിച്ചേ വന്നുള്ളൂ. വരൂ വരൂ. ഇവനെ കൊണ്ട് ഞാൻ... നീ എന്താണ് ഇവിടെ? ഞാൻ അങ്ങോട്ട് വരാൻ പോവാ. അങ്ങോട്ട് മാറിയെന്നു. സമ്മാനം പുതിയ നീ എന്താണ് സമ്മാനം കെട്ടി കല്യാണം കൂടെ വന്നാണോ? സമ്മാനൊന്നുമല്ല, വിഷമാ, വിഷം. പരാമർ. ഇതെന്തിനാ? ചേട്ടായിക്ക് കല്യാണം മുടക്കണോ? പിന്നെ അതിനല്ലേ നമ്മൾ വന്നത്. എങ്കി ഇവിടുത്തെ പായസത്തിൽ ഞാൻ വിഷം കലക്കും. ചാവട്ടെ, എല്ലാവരും ചാവട്ടെ. ഈ കല്യാണം ഞാൻ മുടക്കിയിരിക്കും. നടക്കുവോ? നടക്കും. അല്ലടാ, കല്യാണം കഴിഞ്ഞിട്ടാണ് സദ്യയെങ്കിലോ? 12 മണി കഴിഞ്ഞ് 12:30 അതാണ് മുഹൂർത്തം. ഒരു 3 പന്തി ആദ്യമുണ്ട്. പാചകക്കാരൻ ബാലേന്ദ്രൻ ചേട്ടനോട് ഞാൻ ചോദിച്ചായിരുന്നു. അത് നടന്നില്ലെങ്കിലോ? ഒന്നെങ്കിൽ സുന്ദരി, അല്ലെങ്കിൽ അവളെ കെട്ടാൻ പോണവൻ. അവര് കുടിക്കുന്ന വെള്ളത്തിൽ ഞാൻ ഇത് കലക്കും. എങ്കി വാ. ഈ സമ്മാനം ഉണ്ടായത് നന്നായി. കല്യാണം കൂടാൻ വന്നതാണെന്ന് നാട്ടുകാർ വിചാരിച്ചോളൂ. അല്ലെങ്കിൽ വേണ്ട, നീ തന്നെ ഇത് വെച്ചോ. ചേട്ടായി ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ എന്തടാ കൂടെ. അത് മതി. ആൾക്കാരുടെ ഇടയിൽ അങ്ങ് ഒളിച്ചാ മതി. ഒരിക്കലും കൃഷ്ണമുതലെ കണ്ണിപ്പെടാൻ സൂക്ഷിച്ചോളാം. ഏറ്റു. നീ വാ. അല്ലെങ്കിൽ വേണ്ട, ഇതുവഴി പോവാ. വാ. ആരും കാണാതെ കേറണേ. ആഹാ, ഇതുവരെ മേക്കപ്പ് പണിയൊന്നും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഒന്ന് അറേഞ്ച് ചെയ്താ മതി. സുന്ദരി ഇപ്പോഴല്ലേ സുന്ദരി കുട്ടിയായത്? കാപ്പി കുടിച്ചില്ലേ? എനിക്ക് വേണ്ട. അതൊന്നും പറ്റത്തില്ല. കഴിച്ചിട്ട് മണ്ഡപത്തിലേക്ക് കയറിയാ മതി. എനിക്ക് വേണ്ടാത്തോണ്ടാ. ഞാൻ തരും, മോള് കഴിക്കും. നല്ല ചൂട് ദോശ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എടുത്തോണ്ട് വരാട്ടോ. ഏയ്, അതൊക്കെ അവരുടെ ആശാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ബാലേന്ദ്രനോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി അവരോട്. ഞാൻ വരണം? വേണ്ട വേണ്ട, നീ ഇവിടെ ഒന്നു, ഞാൻ പോയിട്ട് വരാം. ശരി മോൾ. ആ അച്ഛനും അമ്മയൊന്നും വന്നില്ല മക്കളെ? ഞങ്ങള് മാത്രമേ ഉള്ളൂ. എന്നാ അങ്ങോട്ടിരുന്നു. മാർട്ടിൻ എവിടെ എത്തി? അല്ല, അതെടുത്തിട്ട് വേഗം പോരെ, താമസിപ്പിക്കണ്ട. ശരി, ഓക്കെ. അല്ലേലും അമ്മയ്ക്ക് എല്ലാ കാര്യത്തിലും ഒരു വെപ്രാളവാ. ഇനിയും മുഹൂർത്തത്തിന് ഒരുപാട് സമയമുണ്ട്. സമയമുണ്ടെന്നും പറഞ്ഞ് നടന്നു. ഒരു പുടവ പോലും തട്ടത്തി വെച്ചിട്ടില്ല. ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാ. അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നീ ആ സുന്ദരിയെ പോയി നോക്കിയോ? മേക്കപ്പ് ഒക്കെ കഴിഞ്ഞോ? അതൊക്കെ ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നുണ്ട്. അമ്മയൊന്ന് ടെൻഷൻ ആവാതിരിക്കെ. ലക്ഷ്മി ചേച്ചി എത്തിയോ? വിജയം വന്നില്ലേ? വന്നു. പുറത്ത് കൃഷ്ണേട്ടനായിട്ട് സംസാരിച്ചു നിക്ക. ഒരുപാട് തടിച്ചല്ലോ നീ. ഇനിയിപ്പോ ഇതൊക്കെ ആരാ ശ്രദ്ധിക്കുന്നേ? ഒരു മിനിറ്റ്. ശരി. ഹലോ, ഇപ്പൊ എവിടെ എത്തി? അവിടുന്ന് ഒരു 20-25 മിനിറ്റ് മതി മണ്ഡപത്തിലേക്ക്. ശരി. മാലിനിയെ വിളിച്ചത്. അവര് വന്നോണ്ടിരിക്കുക. നീയും കൂടെ അങ്ങോട്ട് പോയി നോക്കിയേ. ശരി, ഞാൻ പോയി നോക്കട്ടെ. എടാ എന്തായി? എടാ, എന്റെ ഫോണിലെ ചാർജ് തീർന്നു. നീ ആ ഫോൺ ഇതാ.
സുന്ദരി ഇപ്പൊ ബോധം കെടുത്തും തട്ടിക്കൊണ്ടു പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും നടന്നില്ലേ? എടാ മേക്കപ്പ് റൂമിൽ നിന്ന് ആ കൊച്ചിനൊന്ന് ഇറക്കി കിട്ടിയാലേ വല്ലതും നടക്കൂ. 4 ചുറ്റിന്നും ആൾക്കാർ ഒഴിഞ്ഞു കിട്ടുന്ന നിമിഷം ഞാൻ ക്ലോറോഫോം മണപ്പിക്കും. ഓ, നിന്നെ കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കില്ല. ഇപ്പൊ മുഹൂർത്തം ആവാറായി. എടാ വെറുതെ സംസാരിച്ച് സമയം കളയല്ലേ, നീ ഒന്ന് കുത്തിയിട്. എന്തെങ്കിലും ആയാലൊന്ന് വിളിച്ചു പറയണ്ടേ? നിന്റെ ഈ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചു പറയാം. എടാ ചാർജ് എടുത്തൊന്ന് കുത്തിയിട്. അതിന് എന്റെ ഫോണിന്റെ ലോക്ക് നിനക്കറിയാമോ? ഓ പിന്നെ ഒരു ലോക്ക്. നിന്റെ ലോക്ക് എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യമൊന്നും അല്ലല്ലോ. ദേ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവാൻ നോക്കിക്കോ. കല്യാണം മുടങ്ങിയെന്നുള്ള വാർത്തയായിരിക്കും ഇനി ഞാൻ ഈ ഫോണിൽ വിളിച്ചു പറയാൻ പോകുന്നത്. ആഹാ, മുല്ലപ്പൊക്കെ വെച്ച് കഴിഞ്ഞല്ലോ. എല്ലാം കഴിഞ്ഞു, വധു റെഡി. അപ്പൊ ഇനി കഴിക്കാം. വേണ്ട. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഗൗരി, ഇതേ എന്റെ നാത്തൂൻ. കാർത്തിയുടെ പെണ്ണിനെ നേരിൽ കണ്ടപ്പോ വല്ലാത്തൊരു സന്തോഷം. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കാർത്തിയുടെ കോൺസെപ്റ്റിലുണ്ടായിരുന്ന അതേ രൂപം അവന് സന്തോഷായി കാണും. കർത്താവേ, ഇവള് വന്നോ? സുന്ദരിയെ ഞാൻ കണ്ടു. കാർത്തിക്കിന്റെ സെലക്ഷൻ സൂപ്പർ. താങ്ക് യു. ഓ, കാർത്തിക്കിന്റെ മുമ്പിൽ നമ്മളൊക്കെ ആര്? പോട്ടെ. ഓ പിന്നെ വെറുതെ പറയല്ലേ. വെറുതെ പറയല്ല, നീ മൊത്തത്തിലൊന്ന് തുടുത്ത് കൊഴുത്തിട്ടുണ്ട്. പിന്നെ ഈ വയസ്സാങ്കാലത്തല്ലേ തുടുക്കുന്നത്. എടി ബാലിനിക്ക് കല്യാണം വല്ലതും നോക്കണ്ട. അവള് കൊച്ചല്ലേ ചേച്ചി, പതുക്കെ മതി. ചേച്ചി അവിടെ വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വരാമേ. ആ സുഖം ചേച്ചി, സുഖം. കാണാം. എപ്പോഴും കുറച്ചു നേരമായി. ചേട്ടായി ചേട്ടായി, പ്രശ്നാവൂ ചേട്ടായി. മുങ്ങി അവര് പ്രശ്നം ഉണ്ടാക്കൂ ചേട്ടായി. ഇത് മൊത്തം 16,430 രൂപയാണ്. അത് കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം. പിന്നെ ആ ഡെക്കറേഷന്റെ പിള്ളേരെ കാശ് എത്രയാണെന്ന് ചോദിച്ചേക്കണേ. അവര് മോളുണ്ട്, ഞാൻ ചോദിച്ചോളാം. ശരി. ഇതാ അപ്പോ കണക്കൊക്കെ ശരിയായിട്ടോ. ഇവിടെ വൈകുന്നേരം വരെ ഉണ്ടാവണം. കാര്യങ്ങളൊക്കെ നോക്കിക്കണം. കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ. എന്നാ ശരി. കൃഷ്ണേട്ടാ, അതെ അവന്മാരകത്ത് വന്നിരിപ്പുണ്ട്. ആര്? ആ മൈക്സെറ്റ് അജുവും പിന്നെ മങ്കിയും. ഒമാരോ? എന്തോ പന്തികേടുണ്ട്. വിളിക്കാത്ത കല്യാണത്തിന് വരേണ്ട കാര്യമില്ലല്ലോ. ഒമാരെ ഞാനൊന്ന് ഇവിടെ വെച്ച് ബഹളം ഒന്നും ഉണ്ടാക്കണ്ട. എന്ത് വേണമെന്ന് എനിക്കറിയാം. കൃഷ്ണേട്ടാ നിക്ക്, ഞാൻ ഒന്ന് പറയട്ടെ. നിനക്കെന്താ കാര്യം? മുതലാളി, കല്യാണമല്ലേ, വിളിച്ചാ വന്നൊരു സമ്മാനമൊക്കെ കൊടുക്കണ്ടേ? താലികെട്ട് കഴിഞ്ഞ് ഇതങ്ങോട്ട് കൊടുത്ത അപ്പൊ തന്നെ ഞങ്ങളങ്ങ് പോകും. ഇറങ്ങട വളിയില്.
ഞാൻ ആഹാരം കഴിച്ചിട്ടേ പോളൂ. ആ അത് മതി. എന്താണ് അതല്ല മല്ലിക, എന്തോ പണിയൊപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകമാര്. എന്താണ് നിനക്കൊക്കെ? അന്ന് ഞാൻ എന്റെ വീട്ടിൽ ഇല്ലാതെ പോയി. ഇല്ലായിരുന്നേലേ നീയൊക്കെ 2 കാലം ഇവിടെ വന്ന് നിക്കത്തില്ലായിരുന്നു. മല്ലിക നീ ഒന്നും മിണ്ടാതിരിക്കെ, അവരെന്താന്ന് വെച്ച് ചെയ്യട്ടെ. എന്ത് മിണ്ടാതിരിക്കണോന്ന്? യുമാർ എപ്പോഴും ഇതിനകത്ത് കടന്നുകൂടിയത്? യുമാരെങ്ങനെ ഇവിടെ എത്തിയത്? കൃഷ്ണ പിടിച്ച് പുറത്താക്കണോ യുമാരെ? നിന്നെയൊക്കെ ഞാൻ ഇറക്കി വിടണോ അതോ നീ തന്നെ ഇറങ്ങി പോവോ? എന്റെ മുതലാളി, നല്ലൊരു ചടങ്ങ് നടക്കല്ലേ ഇവിടെ, അതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണോ? മല്ലിയേച്ചി, സുന്ദരി എവിടെയൊന്നും കാണാനില്ല.